കഥകൾ പല വിധത്തിലുണ്ട് മലയാള സിനിമയിൽ. പല വിധത്തിലുള്ള കഥകൾ ഗോസിപ്പുകളായി വന്നിട്ടുണ്ട് മലയാള സിനിമയിൽ. അന്നൊക്കെ ഗോസിപ്പുകൾ ആസ്വദിക്കുന്ന നടീനടന്മാർ ഉണ്ടായിരുന്നു. ഗോസിപ്പുകൾ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നടീ നടന്മാർ. ഗോസിപ്പുകളുടെ അക്കാലത്തെ പ്രിയതാരമായിരുന്നു ശൃംഗാര വിദഗ്ധനായ തിക്കുറിശ്ശി. തിക്കുറിശ്ശി മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത നൗക ഒരു വർഷമാണ് തിയേറ്ററിൽ ഓടിയത്. അത്ര വലിയ ഹിറ്റായിരുന്നു അത്. പക്ഷെ പിന്നീട് അദ്ദേഹം തൻ്റെ പരിമിതി തിരിച്ചറിഞ്ഞു. എന്നും യുവാവാകാൻ പറ്റില്ല എന്ന പരിമിതി തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം ക്യാരക്ടർ വേഷങ്ങളിലേക്ക് ഒക്കെ ഒതുങ്ങി. പറഞ്ഞു വരുന്നത് തിക്കുറിശ്ശിയുടെ രസകരമായൊരു കഥയാണ്. അദ്ദേഹത്തിൻ്റെ കഥകൾക്കെല്ലാം രസകരമായ ഒരു സംഗതിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകൾക്കെല്ലാം രസകരമായ ഒരു പരിണാപ്തിയും ഉണ്ട്. തിക്കുറിശ്ശി അത്തരം ഒരു പരിണാപ്തിയിലേക്ക് എത്തിച്ച ഒരു കഥയാണ് പറയുന്നത്. തിക്കുറിശ്ശി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലം സൈഡ് റോളായും ക്യാരക്ടർ റോളായും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലം. തിക്കുറിശ്ശിയെ കൂടാതെ മലയാള സിനിമ സഞ്ചരിക്കില്ല എന്ന് കരുതിയ ഒരു കാലം. ആ കാലത്താണ് ഉണ്ണിമേരി എന്ന നടി കടന്നു വരുന്നത്. ഉണ്ണിമേരിയുടെ യഥാർത്ഥ പേര് മറ്റൊന്നാണ്. ഉണ്ണിമേരി തമിഴ്നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് ദീപ എന്നാണ്. ഉണ്ണിമേരി ആദ്യം കടന്നു വന്നത് മലയാള ഇൻഡസ്ട്രിയിലൂടെയാണ്. മലയാള ഇൻഡസ്ട്രിയിലൂടെ കടന്നു വന്ന ഉണ്ണിമേരി പെട്ടെന്ന് തന്നെ തെന്നിന്ത്യൻ നായികയായി മാറി. കമൽഹാസൻ്റെയൊക്കെ ചിത്രത്തിൽ അഭിനയിച്ചു അവർ. മാത്രമല്ല, മലയാളത്തിൽ അവർ കടന്നു വന്നപ്പോൾ അവരുടെ ശരീരത്തിൽ ഹോർമോൺ കുത്തിവെപ്പ് നടത്തി എന്നൊരു ഗോസിപ്പ് അലയടിച്ചിരുന്നു. നടത്തിയിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ ഇത് തിക്കുറിശ്ശിയുടെ മനസ്സിൽ പതിഞ്ഞു. തിക്കുറിശ്ശിയോട് ആരോ പറഞ്ഞു, ഉണ്ണിമേരിക്ക് ഹോർമോൺ കുത്തിവെപ്പ് നടത്തിയിരിക്കുകയാണ് എന്ന്. അപ്പോൾ തിക്കുറിശ്ശി പറഞ്ഞ ഒരു വാക്കുണ്ട്, എൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? എൻ്റെ കൈവളം പോലെയായിരുന്നല്ലോ. ഞാൻ കൈവളം കൊടുത്താൽ പിന്നീട് എന്താ പറയുക, ഹോർമോൺ കുത്തിവെപ്പൊന്നും നടത്തേണ്ടി വരില്ല. മരണങ്ങളും തുടക്കളുമൊക്കെ കൈവളം കൊടുത്ത് ഞാൻ വികസിപ്പിച്ച് എടുക്കാമായിരുന്നല്ലോ. തിക്കുറിശ്ശിയുടെ ഈ വാക്കുകൾ, തിക്കുറിശ്ശിയുടെ ഈ പെരുമാറ്റം തുറന്നു പറഞ്ഞത് കോട്ടയം ശാന്തയാണ്. സിനിമാമംഗളം എന്ന ഒരു പ്രസിദ്ധീകരണം അന്ന് ഉണ്ടായിരുന്നു. സിനിമാമംഗളം എന്ന പ്രസിദ്ധീകരണത്തിലൂടെ കോട്ടയം ശാന്ത തൻ്റെ ആത്മകഥ എഴുതിയപ്പോൾ ഇതൊക്കെ അങ്ങ് തുറന്നങ്ങ് എഴുതി. വെറും 16 താഴെ വയസ്സുള്ള നടിയോട് തിക്കുറിശ്ശി കാണിച്ച തെണ്ടിത്തരം, അല്ലെങ്കിൽ അവരെപ്പറ്റി തിക്കുറിശ്ശി പറഞ്ഞ വാക്കുകൾ, ഇതൊക്കെ വലിയൊരു പ്രതിസന്ധിയായി. വലിയൊരു പ്രതിസന്ധി എന്ന് മാത്രമല്ല, വലിയൊരു ചോദ്യമായി മലയാള സിനിമയിൽ മാറി. തിക്കുറിശ്ശി സാത്വികനായിരുന്നു, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ സ്വകാര്യ വേദികളിൽ അല്പസ്വല്പം ശൃംഗാരം പറയുന്ന മനുഷ്യനും ആയിരുന്നു അയാൾ. ഉണ്ണിമേരിയെ പറ്റി പറഞ്ഞത് ശ്രദ്ധേയമാണ്. എൻ്റെ കൈവളം കിട്ടിയിരുന്നെങ്കിൽ ഹോർമോൺ കുത്തിവെപ്പിൻ്റെ ആവശ്യം ഉണ്ണിമേരിക്ക് ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തമാശ രൂപേണയാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ടതായി. അവിടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വ സമസ്യകൾ തകർന്ന് തരിപ്പണമായതായി കോട്ടയം ശാന്ത എഴുതി. കോട്ടയം ശാന്തയുടെ ആത്മകഥ ഇപ്പോഴും സജീവമാണ്. കോട്ടയം ശാന്തയുടെ ആത്മകഥയിൽ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങളുണ്ട്. കോട്ടയം ശാന്തയുടെ ആത്മകഥ മലയാള സിനിമയിലെ മുടിചൂട മന്നന്മാർക്കെതിരെ ആഞ്ഞടിച്ച ആത്മകഥയാണ്. അവിടെ അടൂർ ബാസി വരുന്നുണ്ട്, കള്ളിക്കാട് രാമേന്ദ്രൻ വരുന്നുണ്ട്, തിക്കുറിശ്ശി വരുന്നുണ്ട്,
ഉണ്ണിമേരി വരുന്നുണ്ട്, ജയഭാരതി വരുന്നുണ്ട്, വാണക്കുറ്റി വരുന്നുണ്ട്. അങ്ങനെ പലരും പലരും കയറി ഇറങ്ങിയ ഒരു ആത്മകഥയാണ് അത്. അങ്ങനെ ഒരു ആത്മകഥ എഴുതാൻ അവരുടെ ധൈര്യം, അത് വലിയൊരു സംഭവം തന്നെയാണ്. എന്തായാലും തിക്കുറിശ്ശി ഇന്നില്ല, ഉണ്ണിമേരി ഇപ്പോഴുമുണ്ട്. കോട്ടയം ശാന്ത ഇന്നില്ല, ഉണ്ണിമേരി ഇപ്പോഴുമുണ്ട്. അതിനൊക്കെ ഉത്തരം പറയാൻ ഉണ്ണിമേരിക്ക് കഴിയും എന്നാണ് സിനിമാ കേരളയുടെ ആത്മവിശ്വാസം. സിനിമാ കേരളയുടെ ആത്മവിശ്വാസങ്ങൾ അതിലോടൊക്കെ സമരസപ്പെട്ട് പോകുന്ന ആത്മവിശ്വാസങ്ങളാണ്. എന്തായാലും തിക്കുറിശ്ശിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നുവോ, ഇങ്ങനൊരു കമൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുവോ എന്നൊരു ചോദ്യം ബാക്കി. പക്ഷേ ഞങ്ങൾ പറയുന്നു, അദ്ദേഹം ഒരു രസികനാണ്. ശൃംഗാര പദമേളങ്ങൾ സംയോജിപ്പിച്ച് സദസ്സിനെ പൊട്ടിച്ചിരിപ്പിക്കുന്ന വിദ്വാനാണ് അദ്ദേഹം. 2 പാട്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന് ബലൂൺ എന്ന ചിത്രത്തിലെ പൂമത്തപ്പുറത്ത് ഞാൻ നിന്നെ കിടത്തും, പൊന്നാഭരണമെല്ലാം അഴിച്ചു വയ്ക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം. മറ്റൊന്ന് അങ്കത്തട്ടാണെന്ന് തോന്നുന്നു ആ ചിത്രം. അതിൽ അങ്കനമാർ മൗലി, അംശവതി ബാലി എന്ന് പറയുന്ന ഗാനം. ഈ 2 ഗാനവും വലിയ ഹിറ്റായി മാറിയിരുന്നു. തിക്കുറിശ്ശിക്ക് മലയാള സിനിമയിൽ ഒരു ഗോഡ് ഫാദറിൻ്റെ സ്ഥാനമാണ് അന്നും ഇപ്പോഴും. തിക്കുറിശ്ശി എന്താ പറയുക, ഉണ്ണിമേരിയെ പറ്റി പറഞ്ഞതൊക്കെ ജനം മറന്നുപോയി. അങ്ങനെ ഓർത്തെടുക്കാൻ ജനത്തിന് കഴിവുമില്ല. പക്ഷേ തിക്കുറിശ്ശി മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അദ്ദേഹം നന്നായി അഭിനയിക്കുമായിരുന്നു. തിരുവനന്തപുരം ഭാഷ അദ്ദേഹത്തിന് നന്നായി വശപ്പെടുമായിരുന്നു. തിരുവനന്തപുരം ഭാഷ അദ്ദേഹത്തിന് നന്നായി വശപ്പെടും എന്ന് മാത്രമല്ല, തിരുവനന്തപുരം സ്ലാങ്ങിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. തിരുവനന്തപുരത്തെ രീതിയിൽ അങ്ങനെ സംസാരിച്ച്, അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തമായ ഒരു നടനാണ് തിക്കുറിശ്ശി സുകുമാരൻ നായർ. അദ്ദേഹം പലരെ പറ്റിയും പലപ്പോഴും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഉണ്ണിമേരിയെ പറ്റിയുള്ള അഭിപ്രായം കോട്ടയം ശാന്ത ആത്മകഥയാക്കിയപ്പോഴാണ് തിരിച്ചറിയുന്നത്. ആ ആത്മകഥയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആ ആത്മകഥയിൽ ഒരുപാട് അന്തരാർത്ഥമുണ്ട്. ഒരു പാവപ്പെട്ട ഒരു നടി സിനിമയിലേക്ക് വരുമ്പോൾ അന്നത്തെ കാലത്ത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റൊക്കെ അനിവാര്യമാണ്. അതുകൊണ്ട് ആ ഹോർമോൺ ട്രീറ്റ്മെൻറ്റിന് പകരം തൻ്റെ കൈവളം കൊടുക്കാം എന്നാണ് തിക്കുറിശ്ശി പറഞ്ഞത്. തിക്കുറിശ്ശിയുടെ ഈ വാക്കുകൾ കോട്ടയം ശാന്ത തൻ്റെ ആത്മകഥയിൽ വളരെ ശക്തമായി ആവിഷ്കരിക്കുന്നുണ്ട്. ഈ ആത്മകഥ ഇറങ്ങിയത്, കോട്ടയം ശാന്തയുടെ ആത്മകഥ ഇറങ്ങിയത് പ്രേം നസീർ മുടിചൂടാമനായി നിൽക്കുന്ന കാലത്താണ്. മമ്മൂട്ടിയും മോഹൻലാലും തരംഗമായ കാലത്താണ്. ഈ ആത്മകഥ കോട്ടയം ശാന്തയ്ക്ക് എഴുതാനുള്ള ധൈര്യം കൊടുത്തത് മറ്റാരുമല്ല, നമ്മുടെ സിനിമാ ലോകമാണ്. അതിലുപരി മധു വൈപ്പന എന്ന ഒരു എഡിറ്ററാണ്. അൽഷിമേറ്റിൻ്റെ വിദൂര സ്ഥലികളിൽ സഞ്ചരിച്ച് ഒന്നുമാകാതെ പോയ ഒരു എഡിറ്റർ, അദ്ദേഹമാണ് മധു വൈപ്പന. മധു വൈപ്പനയുടെ ശിഷ്യനാണ് താനെന്നും പറഞ്ഞ് ചില അലവലാദികൾ, ചില തന്തയില്ലാത്തവന്മാർ, തന്ത മരിച്ചത് 2 വയസ്സിലാണെന്ന്, പിന്നെ എങ്ങനെ അനിയനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ചോദ്യം ഉണ്ടാകും. പക്ഷേ ഈ തന്തയില്ലാത്തവൻ നടക്കുന്നുണ്ട്. മധു വൈപ്പന അവസാനം അൽഷിമേറ്റിൻ്റെ പിടിയിലായിരുന്നു. ഞങ്ങളെന്നും പോയി കണ്ടാൽ അദ്ദേഹത്തിന് ഞങ്ങളെ മനസ്സിലാകില്ലായിരുന്നു. ഓർമ്മയുടെ ഖനിയായിരുന്ന മധു വൈപ്പന ഒന്നുമല്ലാതായി പോയി. അത്തരം കൊഴിഞ്ഞു പോക്കലുകൾ സിനിമാ കേരള ഇനിയും സ്റ്റോറിയാക്കും. അതോടൊപ്പം തിക്കുറിശ്ശിയുടെ കൈവളവും ഉണ്ണിമേരിയുടെ മാരണങ്ങളും ഞങ്ങൾ സ്റ്റോറിയാക്കും. അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്.